പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാൻ. തുടർന്ന് കർത്താവിന്റെ ദാസൻ ഫെയ്ത്ത് ദാനിയേൽ മുൻപോട്ട് വന്ന് വളരെ വോട്ട് ഓഫ് താങ്ക്സിനുള്ള സമയമാണ്. കർത്താവിന്റെ ദാസൻ കർത്താവിന്റെ വിശുദ്ധമായ നാലാം വാഴ്ചപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രി സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. പ്രത്യേക നമ്മൾ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തതുപോലെ തന്നെ ചർച്ച മനുഷ്യന്റെ സമാപന രാത്രിയിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട 2 ദിനങ്ങൾ നമ്മെ ഇവിടെ കടന്നുപോയി. അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജുകൾ നാം ഇവിടെ കേൾക്കുവാൻ തക്കണം വഴിയാക്കി തീർത്തു. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. പ്രത്യേക ഇന്ന് നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം എന്ന് പറയുന്നത് നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. ആദ്യമേ തന്നെ ഈ കൺവെൻഷൻ പ്രത്തോളം അനുഗ്രഹപൂർണ്ണമാക്കി തീർത്ത നമ്മുടെ ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് ദൈവത്തിൻ്റെ മഹത്വം ഈ സ്കൂളിനുള്ളിൽ ഈ 3 ദിവസക്കാലം വെളിപ്പെടുത്തി ദൈവം ഈ കൺവെൻഷൻ പ്രത്തോളം അനുഗ്രഹപൂർണ്ണമാക്കി തീർത്ത നമ്മുടെ കർത്താവിന് ദൈവത്തിന് സകലമാനവും മഹത്വവും നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുക. എങ്ങനെയാണ് കർത്താവിന് ഒറ്റവാക്കിൽ നന്ദി പറയുക എന്ന് എനിക്കറിയില്ല. കർമ്മേലിന്റെ മലമുകളിൽ ഏലിയാവിന്റെ പ്രാർത്ഥനകൾക്ക് മറുപടിയായി വെളിപ്പെട്ടു വന്ന ഒരു ദൈവത്തിന്റെ മഹത്വമുണ്ട്. സലോമോന്റെ പ്രാർത്ഥനകൾക്ക് മറുപടിയായി യെരുശലേം ദേവാലയത്തിൽ ഇറങ്ങി വന്ന ഒരു ദൈവത്തിന്റെ തേജസ്സുണ്ട്. അതേപോലെ തന്നെ ഏഴകളായ നമ്മളുടെ പ്രാർത്ഥനകൾക്ക് മറുപടിയായി ഈ ദൈവത്തിന്റെ എത്ര നന്ദി പറഞ്ഞാലും അപ്പോസ്തലനായ യോഹന്നാൻ തന്റെ സുവിശേഷത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്: യേശു കർത്താവ് ചെയ്ത അനേക കാര്യങ്ങളുണ്ട്, എന്നാൽ അത് എഴുതുവാൻ പോയാൽ ഈ ലോകത്തിൽ പുസ്തകങ്ങൾ തിരിയാതെ വരും. അങ്ങനെയെങ്കിൽ യേശുവിനോട് മാറോട് ചേർന്ന് നിന്ന യോഹന്നാൻ അങ്ങനെ പറഞ്ഞെങ്കിൽ, യേശുവിന്റെ മഹിമ കണ്ട സാക്ഷിയായി തീർന്ന യോഹന്നാൻ അങ്ങനെ പറഞ്ഞെങ്കിൽ, ഈ ജീവിതകാലം മുഴുവൻ ഈ കൺവെൻഷനിലും ആ ദൈവത്തിന്റെ സാന്നിധ്യത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തിന്റെ മക്കളായി തീർന്ന നമുക്ക് കർത്താവിനെ എത്ര നന്ദി പറഞ്ഞാൽ ഒരു പ്രാവശ്യം കൂടെ സർവ്വവിഭാഗമായ ദൈവത്തിന് സകലമാനവും മഹത്വവും നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ച് ഈ കൺവെൻഷനിൽ മുഖ്യ പ്രഭാഷകനായി കടന്നു വന്ന് ഈ ദേശത്തോട് ദൈവജനത്തോട് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം അതിശക്തിയോടുകൂടെ ഇവിടെ പ്രഘോഷിച്ച ചർച്ച് ഓഫ് ഗോഡ് കേരള സ്റ്റേറ്റ് ഓവർസിയർ റെവറൻഡ് വൈറജിയോട് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തിന്റെ ശുശ്രൂഷയുടെ തിരക്കേറിയ നാളുകൾക്കിടയിലും നമുക്ക് വേണ്ടി സമയം ചെലവഴിച്ച് ഈ ദേശത്ത് കടന്നു വരുവാൻ കാണിച്ച നല്ല മനസ്സിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജുകൾ ഈ കാലഘട്ടത്തിൽ പെന്തക്കോസ്ത് ഗോളം പോലും നോക്കാത്ത യേശുവിനെ നമ്മൾ നോക്കണം. വിശ്വാസത്തിന് നായകനും പൂർത്തിവെക്കുന്നതുമായ യേശുവിനെ നോക്കുകയും അല്ല ശ്രദ്ധിച്ച് നോക്കണം. 1-ാം ദിവസം ആ യേശു ക്രിസ്തുവിന്റെ യോഗ്യതകളെ പറ്റി നമുക്ക് കേൾക്കുവാൻ തക്കണം വഴിയായിട്ടുള്ളൂ. ഇന്നലെ ആ കർത്താവിന്റെ രക്തത്തിന്റെ ശ്രേഷ്ഠതയെ പറ്റി നാം കേൾക്കുവാൻ തക്കണം വഴിയായിട്ടുള്ളൂ. ഇത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജ് ഈ കാലഘട്ടത്തിൽ നാം ഇന്ന് രാത്രികാലവും കർത്താവിലേക്ക് ആ നാമത്തിൽ നോക്കണം. അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജ് തന്ന കർത്താവിന്റെ ദാസനോടുള്ള നന്ദിയും സ്നേഹവും ചർച്ചകളുടെ നാമത്തിൽ ഞാൻ അറിയിക്കുന്നു. കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും പ്രസ്ഥാനത്തെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഈ കൺവെൻഷൻ പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഉദ്ഘാടനം ചെയ്ത പാസ്റ്റർ സാൻഡി ജോർജ് അവരോട് സ്തുതിക്കുന്നു. ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഖത്തർ സീനിയർ പാസ്റ്ററും അതേപോലെ തന്നെ നമ്മുടെ ചർച്ച് ഓഫ് ഗോഡിന്റെ ഓവർസിയറുമായിരിക്കുന്ന ഖത്തർ റീജിയന്റെ ഓവർസിയറുമായിരിക്കുന്ന അദ്ദേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹം ചെയ്തു തന്ന രഹബോസ് സഭയോട് ചെയ്തു തന്ന എല്ലാ സഹായത്തിനും എല്ലാ കൂട്ടായ്മയ്ക്കും എല്ലാ സഹകരണത്തിനും നന്ദിയും സ്നേഹവും അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലും ഇവിടെ ഞാൻ അറിയിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഈ കൺവെൻഷന്റെ ദൈവനിയോഗം പ്രാപിച്ച് ഇത് സഭയിൽ പ്രസിദ്ധപ്പെടുത്തി ആ നിമിഷം മുതൽ ഈ നിമിഷം വരെയും ഈ കൺവെൻഷന് പിന്നിൽ നിന്നുകൊണ്ട് എല്ലാ ക്രമീകരണങ്ങൾക്കും ചുമതല നൽകിയ കർത്താവിന്റെ ദാസൻ രഹബോത്ത് ചർച്ച് ഓഫ് ഗോഡിന്റെ സീനിയർ പാസ്റ്റർ ഡോക്ടർ സ്റ്റാൻലി ജോൺ വർഗീസിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹം കൊടുത്ത ദൈവനിയോഗ പ്രകാരം ഈ കൺവെൻഷനിലൂടെ നമുക്ക് ആരംഭിക്കുവാനും ഇത്രത്തോളം വിജയകരമായി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹം ദാസൻ ചെയ്തു തന്ന രഹബോത്ത് സഭയോട് ചെയ്ത് കാണിച്ചു തന്ന എല്ലാ സ്നേഹത്തിനും സഹകരണത്തിനും കൂട്ടായ്മയ്ക്കും പ്രത്യേക നമ്മുടെ മുഖ്യ പ്രഭാഷകനായ റെവറൻഡ് വൈറജി അവരുടെ തന്റെ സ്വഭാവനത്തിൽ ചേർത്ത് നിർത്തി വേണ്ട ശുശ്രൂഷകളൊക്കെ ചെയ്തു തന്ന കർത്താവിന്റെ ദാസനോടുള്ള നന്ദിയും സ്നേഹവും ചർച്ചകളുടെ നാമത്തിൽ ഞാൻ അറിയിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ 1-ാം ദിവസം ഈ ആത്മീക ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയ ലിവിംഗ് വാട്ടർ ചർച്ച് ഓഫ് ഗോഡ് സീനിയർ പാസ്റ്ററും അതേപോലെ തന്നെ ചർച്ച് ഓഫ് ഗോഡ് ഖത്തർ റീജിയന്റെ സെക്രട്ടറിയുമായി സുദീർഘമായ സേവനമനുഷ്ഠിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോസഫ് ബേബി അവരുടെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
ഈ കൺവെൻഷന് വേണ്ടി മാത്രമല്ല, ഈ സഭയുടെ തുടക്കം മുതൽ കർത്താവിദാസൻ സഭയോട് ചെയ്തു തന്ന എല്ലാ സഹകരണത്തിനും, എല്ലാ കൂട്ടായ്മയ്ക്കും, എല്ലാ പ്രാർത്ഥനയ്ക്കും രഹബോത്ത് ചർച്ചകളുടെ നാമത്തിലുള്ള നന്ദിയും സ്നേഹവും വിതരണത്തിൽ ഓർപ്പിക്കുന്നു. കർത്താവിദാസനെയും കുടുംബത്തെയും ദൈവസഭയെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ രണ്ടാം ദിവസം ആത്മീക ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയ ചർച്ച് ബോർഡിൽ ഖത്തർ അസോസിയേറ്റ് പാസ്റ്ററായിരിക്കുന്ന, അതേപോലെ തന്നെ നമ്മുടെ ചർച്ച് ബോർഡ് ഖത്തർ റീജിയന്റെ മിഷൻ ഡയറക്ടറുമായി സേവനമനുഷ്ഠിക്കുന്ന കർത്താവിദാസൻ പാസ്റ്റർ അജേഷ് കുര്യാക്കോസ് അവരുടെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിദാസനും ദൈവസഭയോട് ചെയ്തു തന്ന എല്ലാ കൂട്ടായ്മയ്ക്കും, എല്ലാ പ്രാർത്ഥനയ്ക്കും, സഹകരണത്തിലും, ഈ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. രഹബോത്ത് ചർച്ചകളുടെ നാമത്തിലുള്ള എല്ലാ നന്ദിയും സ്നേഹവും വിതരണത്തിൽ ഞാൻ ഓർക്കുന്നു. കർത്താവിദാസനെയും കുടുംബത്തെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ ഇന്നത്തെ മൂന്നാമത്തെ ദിവസം ഇതിന്റെ ആത്മീക ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന രഹബോത്ത് ചർച്ച് ബോർഡിന്റെ അസോസിയേറ്റ് പാസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ അലക്സ് അബ്രഹാമിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ദൈവസഭയോട് കാണിച്ച എല്ലാ പ്രാർത്ഥനയ്ക്കും, സഹകരണത്തിനും, എല്ലാ മാന്യതയ്ക്കുമായി കർത്താവിദാസനോടുള്ള നന്ദിയും സ്നേഹവും വിതരണത്തിൽ രഹബോത്ത് ചർച്ച് ബോർഡിന്റെ നാമത്തിൽ ഞാൻ അറിയിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ ദേവദാസന്മാർ ഈ ദേശത്ത് കടന്നു വന്ന, ഈ കൺവെൻഷൻ കടന്നു വന്ന നമ്മുടെ പ്രാർത്ഥനയിൽ സഹായിച്ച ദേവദാസന്മാരുണ്ട്. പ്രത്യേകാൽ പാസ്റ്റർ ജോർജ് എബ്രഹാം, അതുപോലെ പാസ്റ്റർ സണ്ണി ബി ജോർജ്, പാസ്റ്റർ ജിബു എബ്രഹാം, പാസ്റ്റർ സുബിൻ, പാസ്റ്റർ ബിനു പത്തനാപുരം, പാസ്റ്റർ പോൾ എന്നീ ദേവദാസന്മാരെ കൂടാതെ ദേവദാസന്മാർ കടന്നു വന്നിട്ടുണ്ട്. പ്രാർത്ഥനയിൽ അവർ ഓർക്കുന്നുണ്ട്. എല്ലാ ദേവദാസന്മാരും കാണിച്ചു തന്ന സഹകരണത്തിനും പ്രാർത്ഥനയ്ക്കും രഹബോത്ത് ചർച്ച് ബോർഡിന്റെ നാമത്തിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കർത്താവിന്റെ ദാസന്മാരെ ദൈവം ധാരാളമായി എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ ഈ 3 ദിവസക്കാലം വളരെ അനുഗ്രഹീതമായ ഗാനങ്ങൾ പാടി നമ്മെ ആത്മീക ശുശ്രൂഷകൾക്ക്, ആരാധനകൾക്ക് നേതൃത്വം നൽകിയ രഹബോത്ത് കൊയറിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. പ്രത്യേക അതിൽ ചെയ്ത അനുഗ്രഹീതനായ രഹബോത്ത് ചർച്ച് ബോർഡിന്റെ വർഷിപ്പ് ലീഡറായിരിക്കുന്ന പാസ്റ്റർ ആൽബർട്ട് ചൊറിയാനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിദാസനോടുമുള്ള രഹബോത്ത് കൊയറിനോടുമുള്ള നന്ദിയും സ്നേഹവും ഞാൻ ഓർപ്പിക്കുന്നു. പ്രത്യേക അതേപോലെ തന്നെ നമ്മുടെ ഈ 3 ദിവസവും അതുപോലെ പ്രാക്ടീസ് സെക്ഷനിലൊക്കെ വളരെ ദൂരത്തു നിന്ന് കടന്നു വന്ന മാറനാട് ചർച്ച് ബോർഡിന്റെ സഭാംഗമായിരിക്കുന്ന നമ്മുടെ പ്രിയ ബ്രദർ ലിജോയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ച ചെയ്യുന്നു. ദൈവസഭയോട് കാണിച്ചു തന്ന എല്ലാ സഹകരണത്തിനും കൂട്ടായ്മയ്ക്കും ദൈവസഭയുടെ നാമത്തിലുള്ള നന്ദിയും സ്നേഹവും വിതരണത്തിൽ ഞാൻ ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ ഈ 3 ദിവസവും ഈ സൗണ്ട് സെഷനുകളൊക്കെ നന്നായി കൈകാര്യം ചെയ്ത, അതുപോലെ തന്നെ ഈ ആഴ്ച എല്ലാം കൈകാര്യം ചെയ്ത ബ്രദർ സെബിയോടും ജോബിനോടുമുള്ള നന്ദിയും സ്നേഹവും വിതരണത്തിൽ ഓർപ്പിക്കുന്നു. പ്രതിയാല് ഈ 3 ദിവസവും നമ്മുടെ ഈ കൺവെൻഷന് വേണ്ടിയിട്ട് ഈ സ്ഥലം നമുക്ക് വേണ്ടി ഈ ഡേറ്റുകളൊക്കെ നമുക്ക് അലൗട്ട് ചെയ്തു തന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ന്യൂ ലൈഫ് ഫെലോഷിപ്പ് ദേവസഭയോടും അതിൻ്റെ പാസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ രഞ്ജിത്തോടുമുള്ള നന്ദിയും സ്നേഹവും വിതരണത്തിൽ ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ സഹോദര കൂട്ടായ്മയായ ഈ ആലയത്തിൽ കടന്നു വന്ന് ആരാധിക്കുന്ന റിജോയ്സ് മിനിസ്ട്രീസിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പാസ്റ്റർ സണ്ണി അവരും ഈ മീറ്റിങ്ങുകളിലെല്ലാം കടന്നു വന്ന ദൈവസഭകളും ദൈവമക്കളും കടന്നു വന്ന ഈ എത്രത്തോളം മീറ്റിംഗ് അനുഗ്രഹമാക്കി തീർന്നതോർത്ത് ആ ദൈവസഭയോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കർത്താവിദാസനെയും കുടുംബത്തെയും ദൈവസഭയെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഈ മീറ്റിങ്ങുകളിൽ ചർച്ച് ബോർഡ് ഖത്തർ റീജിയനിൽ ഉൾപ്പെട്ട എല്ലാ സഭാംഗങ്ങളും ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. പ്രത്യേക പേരെടുത്ത് ചർച്ച് ബോർഡ് ഇൻ ഖത്തർ, ലിവിംഗ് വാട്ടർ ചർച്ച് ബോർഡ്, ബദൽ ചർച്ച് ബോർഡ്, മാറാനാട് ചർച്ച് ബോർഡ്, ഈ ചർച്ചകളിൽ നിന്ന് വന്ന എല്ലാ വിശ്വാസികൾക്കും ഞങ്ങളുടെ ഈ കടന്നു വന്ന് ഇവിടെ പങ്കെടുത്ത് ഇത് എത്രത്തോളം അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കുക, ദൈവത്തിന്റെ വചന ശക്തിയോടെ കേട്ട് അതൊരു ഫലവത്താക്കി തീർക്കുവാൻ കണ്ടുപിടിയായി തന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് അനുഗ്രഹമാക്കിയതിന് എല്ലാ ദൈവമക്കളുമുള്ള നന്ദിയും സ്നേഹവും ഈ ധരണത്തിൽ ഞാൻ ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ പ്രത്യേക മാറാനാട് ചർച്ചിനോട് എനിക്ക് വല്ലാത്ത സ്നേഹമുണ്ട്. കാരണം ആ ദൈവ സഹോദരന്മാരാണ് നമുക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. പ്രത്യേക അവരുടെ പേരും ഇവിടെ എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. ബ്രദർ സിബി ജേക്കബിനെ ഓർത്തും ബ്രദർ സജു സാമുവലിനെ ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ദൈവസഭയോട് കാണിച്ചു തന്ന, ഞാൻ സഹോദര സഭയായിട്ടുണ്ട്, ദൈവസഭയോട് കാണിച്ചു തന്ന എല്ലാ സഹകരണത്തിനും, എല്ലാ പ്രാർത്ഥനയ്ക്കും, എല്ലാ കൂട്ടായ്മയ്ക്കുമായി നാമത്തിൽ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ആ ദൈവസഭയെയും അപ്പോഴത്തെ ഞങ്ങളുടെ ദേവദാസനെയും ആശംസിക്കുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ ഈ കൺവെൻഷൻ അറേഞ്ച്മെന്റ്സ് ഒക്കെ നമുക്ക് ചെയ്യുന്ന പാർക്കിങ്ങും കാര്യങ്ങളും
അതുപോലെ ചെയർ അറേഞ്ച്മെന്റ്സുകൾ, ചായ കാര്യങ്ങളൊക്കെ, സ്നാക്സൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് തന്ന YP ഡിപ്പാർട്ട്മെന്റിനുള്ള ലഹബോസ് അർഷഗോഡിൻ്റെ YP ഡിപ്പാർട്ട്മെന്റിനുള്ള നന്ദിയും സ്നേഹവും വിതരണത്തിൽ ലഹബോസ് അർഷഗോഡിൻ്റെ നാമത്തിൽ അറിയിക്കുന്നു. കർത്താവിദാസിനെയും ആ പ്രവർത്തനത്തെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഉപമയിൽ, നല്ല വിത്തിൻ്റെ ഉപമയിൽ, നല്ല നിലത്ത് വീണ വിത്ത് മാത്രമേ 30, 60, 100 മേനിയായിട്ട് വിളവ് കൊയ്യുവാൻ തൊക്കാണ് ഇടയായിട്ടുള്ളൂ. നമ്മുടെ ഈ കൺവെൻഷനിൽ വിതയ്ക്കുന്ന വചനമെന്ന വിത്ത് അത് നല്ല നിലത്ത് വീണേണ്ടതിന്, ഇവിടെയുള്ള ആത്മാർത്ഥ ഒരുക്കത്തോടെ കടന്നു വരേണ്ടതിന് വളരെ ആത്മാർത്ഥതയോട് പ്രാർത്ഥിച്ച ഒരു കൂട്ടമുണ്ട്. അത് ഈ സമയം തുടങ്ങുമ്പോൾ മുതൽ ഈ കൊച്ചു റൂമിലൂടെ പ്രാർത്ഥിച്ച എല്ലാ സഹോദരങ്ങളോടും, പ്രത്യേക ഇതിന് നേതൃത്വം നൽകുന്ന ലേഡീസ് ഡിപ്പാർട്ട്മെന്റിനോടുള്ള ലേഡീസ് ഡിപ്പാർട്ട്മെന്റിനുള്ള നന്ദിയും സ്നേഹവും ഇതിനകത്തിൽ ഓർപ്പിക്കുന്നു. ആ കൂട്ടായ്മയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നു. ഈ കണക്ഷന്റെ പിന്നിൽ പ്രവർത്തിച്ച് എല്ലാ കാര്യങ്ങളും ക്രമീകരണം ചെയ്തു തന്ന പ്രത്യേക ലഹബോസ് അർഷഗോഡിന്റെ എല്ലാ വിശ്വാസികളോടും ഞാൻ പേര് പറയാത്തതുകൊണ്ട് പ്രത്യേക വായിച്ച് സഹായിച്ച ആന്റിമാരുണ്ട്, അതുപോലെ തന്നെ സ്വാഗതം ചെയ്ത കോളസാനുണ്ട്. അങ്ങനെ ഇതിന്റെ പേര് പറയാത്ത രീതിയിൽ എല്ലാ സഹായങ്ങളും ചെയ്തു തന്ന എല്ലാ ദൈവങ്ങളുമുള്ള നന്ദിയും സ്നേഹവും ലഹബോസ് അർഷഗോഡിന്റെ നാമത്തിൽ അതിൻ്റെയും എല്ലാ ദൈവങ്ങളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദൈവനാമത്തിനോട് ക്ഷമിക്കുക. എല്ലാ ദൈവങ്ങളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതേപോലെ തന്നെ ഞാനിപ്പോൾ പലതവണയായി ഔദ്യോഗികമായിട്ട് ലഹബോസ് അർഷഗോഡ് പറയുന്നുണ്ട്. പക്ഷേ ആ നാമം ഉയർത്തുവാനല്ല ഞാൻ നിൽക്കുന്നത്. പകരം ലഹബോസ് അർഷഗോഡ് ഉയർത്തുന്ന ഒരു നാമമുണ്ട്. അതാണ് ഈ ദിവസം നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. അത് ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നാമം മാത്രമാണ്. ആ കർത്താവിന്റെ വരവിന് വേണ്ടിയിട്ടാണ് നമ്മളും എന്ത് ചെയ്തത്, ഒരുക്കപ്പെടുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ വെളിപ്പാടിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ എങ്ങനെയാണ് പറയുന്നത്? ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം. ദൈവത്തിന്റെ വചനങ്ങളുണ്ടല്ലോ, യേശുക്രിസ്തുവിനെ നോക്കുക എന്നുള്ളത്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തുന്നവനായ യേശുവിനെ നോക്കുക, അല്ല ശ്രദ്ധിച്ച് നോക്കുക. നമ്മുടെ ആ രീതിയിൽ ഈ കർത്താവിനെ നോക്കിക്കൊണ്ട് ആ കർത്താവ് വാനമേഘത്തിൽ വരുന്ന ഒരു സുദിനമുണ്ട്. അന്ന് ഈ കർത്താവിനെ നാം മുഖാമുഖമായിട്ട് കാണുന്ന ഒരു ദിവസമുണ്ട്. ആ മുഖാമുഖമായി കാണുന്ന കർത്താവിനെ കുഞ്ഞാട് സിംഹാസനത്തിൽ ആരാധിക്കുന്ന ആ ഒരു സുദിനത്തിലേക്ക്, പുത്തനരിശിലേം എന്ന സുദിനത്തിലേക്ക്, പട്ടിണിയില്ലാത്ത, മരണമില്ലാത്ത, വേദനയില്ലാത്ത ആ ഒരു നിത്യസുദിനത്തിലേക്ക് നമ്മുടെ പ്രത്യാശയായിട്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന് ആ ഒരേ ഒരു പ്രത്യാശ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ നാം ദൈവത്തെ ആരാധിക്കുന്ന, ഇവിടെ ഉയർത്തുന്ന ആ ദൈവത്തിന്റെ നാമം ഒരിക്കൽ നാം അന്ന് കർത്താവിന്റെ മുഖത്തെ മുഖാമുഖം കാണും എന്നുള്ള പ്രത്യാശയോടുകൂടെ അന്ന് നമ്മുടെ നെറ്റിമേൽ ഈ നാമം എഴുതപ്പെടുവാൻ തൊക്കണം ഇടയായിത്തീരും. അതുകൊണ്ട് അതിനുവേണ്ടി കർത്താവിന്റെ വരവിന് വേണ്ടിയിട്ട് നാം ഒരുക്കപ്പെടാം. ഇന്നലെ കേട്ടതുപോലെ തന്നെ കർത്താവിന്റെ രക്തത്തിന് വലിയൊരു രക്തം, നമ്മുടെ ശുദ്ധീകരിക്കുന്ന രക്തം. അതുപോലെ തന്നെ പാഠപുസ്തകത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, കുഞ്ഞാടിന്റെ രക്തത്താൽ തങ്ങളുടെ അംഗീകാരക്ക് വെളുപ്പിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആ ദേശത്തെ കൈവശമാക്കുവാൻ തൊക്കണം ഇടയായിത്തീരും. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് ഈ കൺവെൻഷനത്തോളം അനുഗ്രഹപൂർണ്ണമാക്കി ആ കർത്താവിന്റെ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ എല്ലാ ദൈവങ്ങളെയും ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുവാനാകട്ടെ. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ രാത്രിയില് പിന്നെയും ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ദൈവവചന ദിവസങ്ങളിൽ കേൾക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിൽ നല്ല ചില തീരുമാനങ്ങൾ എടുക്കുന്ന രാത്രികാലമായി തീരട്ടെ. അതുപോലെ തന്നെ ചില മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയായി തീരട്ടെ. ഹല്ലേലൂയ. കേൾക്കുന്ന വചനം, അത് ഹല്ലേലൂയ വചനം അയച്ച് വിടുവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രികാലവും അനുഭവിപ്പാൻ ആ വചനത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതിനായി വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ദൈവത്തിന്റെ സ്തോത്രം. ഈ കൺവെൻഷനെ എത്രത്തോളം അനുഗ്രഹിച്ച സർവശക്തനായ ദൈവത്തിന് എല്ലാ മഹത്വവും കൊടുക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ സ്റ്റാൻലി പാസ്റ്റർ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. ഇതിന്റെ തുടക്കം മുതൽ, ഈ ചർച്ചിന്റെ തുടക്കം മുതൽ ഹല്ലേലൂയ വളരെ വ്യക്തമായി എനിക്കറിയാം. ദൈവത്തിന് സ്തോത്രം. എത്ര പ്രയാസങ്ങളുടെ ജനങ്ങളിലൂടെ ഒക്കെ കടന്നുപോയിട്ടിലും ഹല്ലേലൂയ ദൈവസന്നിധിയിൽ എടുത്തിയ ഒരു തീരുമാനമുണ്ട്. ആ തീരുമാനം കൊണ്ട് ദൈവത്തോടും കൊണ്ടുവന്ന ഹല്ലേലൂയ ദൈവത്തിന്റെ ആ വലിയ കൃപയ്ക്കായി നന്ദിയുള്ള ഹൃദയത്തോടെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ.
പ്രതികൂലത്തിന്റെ പ്രതിസന്ധികളുടെ നടുവിലും നമ്മൾ എടുക്കുന്ന തീരുമാനമുണ്ടല്ലോ, ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നാൽ ദൈവം അത്ഭുതകരമായി മാനിക്കുന്ന ദൈവം. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കുമെന്ന് അരുളി ചെയ്ത ദൈവം. ഹല്ലേലൂയ. എത്രത്തോളം സഭയെ മാനിച്ചതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും എല്ലാ ദൈവമക്കൾക്കും കർത്താവിന്റെ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഒരിക്കൽ കൂടി എന്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്ന ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഹല്ലേലൂയ വൈറജി പാസ്റ്ററിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. സത്യവചനം പരമാർത്ഥതയോടെ ഹല്ലേലൂയ അത് പ്രസംഗിക്കുവാൻ ഹല്ലേലൂയ കർത്താവിന്റെ ദാസനെ ദൈവം ഉപയോഗിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഹല്ലേലൂയ, മായമില്ലാത്ത പാല് കുടിപ്പാൻ ദൈവത്തിന് സ്തോത്രം. ഈ ദിവസങ്ങളിൽ നാം കേൾക്കുന്നതായ പല മെസ്സേജുകൾ നമ്മൾ കേൾക്കാറുണ്ട്. വചനം കേൾക്കുമ്പോഴൊക്കെ പലപ്പോഴും ചിന്തിക്കും, ഒരാൾ പറഞ്ഞതിന് വിരുദ്ധമായി മറ്റൊരാൾ പറയാറുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. അതൊക്കെ കേൾക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണമേ, അതെ, സ്വന്തമായ നേട്ടത്തിന് വേണ്ടി ലാഭേച്ഛയ്ക്ക് വേണ്ടി ദൈവവചനത്തെ കോട്ടിക്കളയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ വചനം അത് ഹല്ലേലൂയ ഏതാത്മാവിനാൽ എഴുതപ്പെട്ടോ അതേ ആത്മാവിനാൽ തന്നെ അതേ ദൈവവചനം ഘോഷിപ്പാൻ തക്കവണ്ണം അതേ കർത്താവിന്റെ ദാസനായ ഹല്ലേലൂയ വൈറജി പാസ്റ്ററിനെ ദൈവം ഉപയോഗിക്കുന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്തു. കാരണം കഴിഞ്ഞ 2 ദിവസം കേട്ട വചനം, അത് വചനം കേട്ടപ്പോൾ തന്നെ നമുക്കറിയാം ഹല്ലേലൂയ കർത്താവായ യേശുവിനെ ഉയർത്തുന്ന വചനം. ഹല്ലേലൂയ. ആദ്യത്തെ ദിവസം കേട്ടു അതേ ഹല്ലേലൂയ സ്തോത്രം യേശുവിനെ നോക്കുവാൻ. ഹല്ലേലൂയ. രണ്ടാമത്തെ ദിവസം ഇന്നലെ നമ്മൾ കേട്ടു യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവാൻ. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ വചനം ശുശ്രൂഷിച്ചപ്പോൾ പറയുകയുണ്ടായി, യേശുവിന്റെ ജനനത്തെ കുറിച്ച് പറഞ്ഞു. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു, പരിശുദ്ധാത്മാവിനാൽ യേശു ഹല്ലേലൂയ ഉൽപാദിതമായ ദൈവത്തിന്റെ സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ ഹല്ലേലൂയ ഉൽപാദിതത്താൽ യേശു കർത്താവ് ലോകത്ത് കടന്നു വന്ന ദൈവത്തിന്റെ സ്തോത്രം. യേശു ജനിച്ച നസറത്തില് നമ്മൾക്കറിയാം, ഹല്ലേലൂയ, നസറത്തുകാർ അത് മനസ്സിലാക്കിയില്ല. അവര് പറഞ്ഞു യോസഫിന്റെയും മറിയയുടെയും മകനാണ്, ഇവനൊരു തച്ചനാണെന്ന് പറഞ്ഞ് ഹല്ലേലൂയ കർത്താവിന്റെ പ്രവൃത്തികളെ ഹല്ലേലൂയ അവർ ചെറുതായി കണ്ടപ്പോൾ അവിടെ ദൈവപ്രവൃത്തികൾ നടക്കുവാനിടയായി തീർന്നില്ല. ദൈവമക്കളെ, നാം കർത്താവിനെ എത്രത്തോളം അറിയുന്നു അത്രത്തോളം ദൈവത്തിന്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനായിട്ട് ഇടയായി തീരും. അത്രത്തോളം നമ്മുടെ കണ്ണുകൾ പ്രകാശിക്കുവാനായിട്ട് ഇടയായി തീരും. അത്രത്തോളം നമ്മുടെ ബുദ്ധി പ്രകാശിക്കുവാൻ ഇടയായി തീരും. ഈ രാത്രികാലവും കർത്താവിനെ അറിയുവാനുള്ള ഒരു വാഞ്ച അല്ലെങ്കിൽ നമ്മുടെ ഉള്ളത്തിൽ ഉണ്ടാകട്ടെ. ആ കർത്താവിനെ കുറിച്ച് കൂടുതലായി അറിയുവാൻ ദൈവദാസനായ പൗലോസ് ഹല്ലേലൂയ സ്തോത്രം ഫിലിപ്പിയർക്കാരുടെ ലേഖനം എഴുതുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതി, ഹല്ലേലൂയ ഹല്ലേലൂയ എന്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇതെല്ലാം ഛേദമെന്നെണ്ണുന്നു. ഹല്ലേലൂയ. ചിലതൊക്കെ കളയണമെങ്കിൽ, ചിലതൊക്കെ വിട്ടുമാറണമെങ്കിൽ ആ കർത്താവിന്റെ ഹല്ലേലൂയ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠതയിൽ നാം കടന്നു വരണം. ഇന്ന് രാത്രികാലവും ഹല്ലേലൂയ വചനത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. നാം വചനം കേൾക്കുന്നവരായിട്ടല്ല, വചനം ചെയ്യുന്നവരായി തീരുക, വചനം അനുസരിക്കുന്നവരായി തീരുക. പരിശുദ്ധാത്മാവ് രാത്രികാലം ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവകരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. വെറുതെ കടന്നു വന്ന് മടങ്ങി പോകാനല്ല, ഒരു മാറ്റവും ഇല്ലാതിരിക്കുവാനല്ല, ഭാവിയെ തകർക്കുന്ന ശിക്ഷിക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി നമ്മുടെ ഹൃദയത്തിൽ ആഞ്ഞടിക്കുമ്പോൾ ഈ രാത്രികാലവും ഏൽപ്പിച്ചു കൊടുത്ത നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ദൈവ സാന്നിധ്യം അനുഭവിക്കാനിടയായി തീരും. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. പരിജ്ഞാനമില്ലായാൽ ജനം നശിച്ചു പോകുന്നു ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തെ കുറിച്ച് യേശു കർത്താവിനെ കുറിച്ചുള്ള അജ്ഞത മൂലം ഹല്ലേലൂയ സ്തോത്രം പലരും തെറ്റിപ്പോവുകയാണ്, പലരും ക്ഷീണിച്ചു പോവുകയാണ്, പലരും വിവാദത്തിലേക്ക് പോവുകയാണ്. ഈ ദിവസങ്ങളിൽ ദൈവമക്കളെ കർത്താവിനെ ഒന്നുകൂടി ആഴമായി ഒന്നറിയുവാൻ ഒരു വാഞ്ച നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിന്റെ ദാസൻ റജി പാസ്റ്റർ ദൈവത്തെ ശുശ്രൂഷിക്കുമ്പോൾ കർത്താവേ നിന്നെ ഒന്നുകൂടി ഒന്ന് ഹല്ലേലൂയ ശ്രദ്ധയോടെ നോക്കുവാൻ, ഒന്നുകൂടെ കർത്താവേ അങ്ങേ അറിയുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈ സമയം ഹല്ലേലൂയ പ്രാർത്ഥനയ്ക്കായി തലണയോടെ വണക്കാം. വചന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ട് ഹല്ലേലൂയ സന്തോഷ് ബ്രദർ റിജോയ്സ് മിനിസ്ട്രിയിലെ കർത്താവിന്റെ ദാസൻ സന്തോഷ് ബ്രദർ മുൻപോട്ട് വന്ന് ഹല്ലേലൂയ സ്തോത്രം പ്രാർത്ഥിച്ച് തുടർന്നതായിരിക്കും ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. മഹാപരിശുദ്ധനായ ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം.
കർത്താവേ, ഞാൻ കൺവെൻഷന്റെ മാതസ്ഥയിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന മഹാനായ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. കഴിഞ്ഞ 2 ദിവസം വ്യാപരിച്ച വലിയ ദൈവങ്ങളുടെ സ്തോത്രം കർത്താവേ. കർത്താവേ, പത്യവചനം കേൾക്കൊണ്ടേക്കണം. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കൊണ്ടേക്കണം. ഹല്ലേലൂയ. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഞങ്ങളോട് വ്യാപരിച്ച, ഞങ്ങളോട് സംസാരിച്ച കർത്താവേ, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇന്ന് കർത്താവേ തിരുസന്നിധിയിലേക്ക് അടുത്ത് വരുമ്പോൾ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം, സ്തോത്രം. കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം ഇന്ന് ഞങ്ങളുടെ മധ്യത്തിൽ ഉണ്ടാകണമേ. ഇന്ന് അഭിഷേകത്തിൽ വചനം സംസാരിക്കുമ്പോൾ ഹല്ലേലൂയ, കർത്താവേ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ മറയ്ക്കൊണ്ടേക്കണം. ഹല്ലേലൂയ, തുള്ളിച്ചാടി ഹല്ലേലൂയ, സ്തോത്രം. കർത്താവേ, ഹല്ലേലൂയ, ഒരു വലിയ ആത്മീയ അനുഭവം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവേ, ആരെങ്കിലും ഭാരത്തോടെ വിഷമത്തോടെ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് കർത്താവേ അഭിഷേകത്തിൽ വചനം ഘോഷിക്കുമ്പോൾ ഹല്ലേലൂയ, ഒരു വിടുതലുണ്ടാകൊണ്ട് സ്വർഗ്ഗം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ആരെങ്കിലും എന്തെങ്കിലും ഭാരത്തോടെ വന്നിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, വിടുതൽ പ്രാപിച്ചവരാകട്ടെ, സൗഖ്യം പ്രാപിച്ചായിട്ട് മുടങ്ങി പോകട്ടെ കർത്താവേ ഇടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളൊരു ഹല്ലേലൂയ ഒരു കൺവെൻഷൻ നടത്തിയെന്നുള്ളതല്ല, മറിച്ച് കർത്താവേ ഞങ്ങൾ തന്നെ ഒന്ന് പുതുക്കൊണ്ടേക്കണം. ഹല്ലേലൂയ. കർത്താവിനോട് ഒരു പടി കൂടി അടുക്കുകൊണ്ടേക്കണം. ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തെ ഒന്നുകൂടി ക്രമീകരിക്കൊണ്ടേക്കണം. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി എഴുന്നേൽക്കൊണ്ടേക്കണം, ബലപ്പെട്ടുകൊണ്ടേക്കണം. എല്ലാവരും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കടന്നുവന്ന ജനത്തോട് ഇടപെടണമേ, തുഷാരത്തെ മനസ്സറിഞ്ഞ കർത്താവേ. ഹല്ലേലൂയ. ഇന്ന് കൃത്യമായിട്ട് സംസാരിക്കണമേ. അഭിഷേകത്തിൽ വചനമായിട്ട് എഴുന്നേൽക്കുമ്പോൾ അവന്റെ വായിൽ വചനം കൊടുക്കണമേ. അത് ശക്തിയോട് ഘോഷിപ്പാൻ സ്വർഗ്ഗമിടയാക്കണമേ. അത് കർത്താവേ ഞങ്ങൾ ദൈവവാക്യങ്ങളായിട്ട് കേട്ടുകൊണ്ട് കർത്താവേ മറന്നു പോയിട്ടില്ല, മറിച്ച് ജീവിതത്തിൽ വിശ്വാസത്തിൽ സ്വീകരിക്കത്തക്കവണ്ണം അത് ഞങ്ങളുടെ ജീവിതത്തിലെ കർത്താവ് വ്യാപാരം ചെയ്യത്തക്കവണ്ണം കർത്താവ് രൂപാന്തരം സംഭവിക്കത്തക്കവണ്ണം എല്ലാവരെയും ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. എല്ലാവരോടും അങ്ങനെയുള്ളവേ, കുഞ്ഞുങ്ങളോടും ഹല്ലേലൂയ, യുവാക്കളോടും ചില എല്ലാവരോടും അങ്ങ് ഹൃദ്യമായി ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവെ ആരെങ്കിലും മനസ്സിനെ കണ്ടു മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ കല്ലുപോലെ ഹൃദയങ്ങളെ കർത്താവെ സ്തോത്രം ഒന്ന് ഉരുക്കണമേ. ഹല്ലേലൂയ. വചനം സ്വീകരിക്കത്തക്കവണ്ണം എല്ലാവരെയും ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ ആ ദിവസം കൂടെ ഇരിക്കണമേ, എല്ലാവരോടും അങ്ങനെയുള്ളവേ, ദൈവശബ്ദം വാസ്തവമായിട്ട് കേൾക്കത്തക്കവണ്ണം എല്ലാവരെയും ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരും ശക്തമായി വെച്ച് പ്രാർത്ഥിക്കുന്നു. കടന്ന ജനത്തെ എല്ലാവരെയും വെച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന സ്തോത്രം സകലം ഞാൻ പഠിച്ചു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. കർത്താവ് പ്രാർത്ഥന കേട്ടനായ കരകളുയർത്തി ദൈവവചന ശുശ്രൂഷയായി ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ കൂട്ടായ്മയിൽ 3-ാമത്തെ ദിവസം ഒരുമിച്ചായിരിക്കാൻ കർത്താവിന്റെ ആക്കിയ സ്തോത്രം. ഞാൻ വീണ്ടും ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. നിങ്ങളുടെ ജോലി തിരക്കും ജീവിതത്തിന് ഒത്തിരി ബുദ്ധിമുട്ടും പ്രയാസവും കഷ്ടതയും ഒക്കെ ഉണ്ടായിട്ടും എത്രത്തോളം പ്രിയപ്പെട്ടവർക്ക് ഈ കൂട്ടായ്മയിൽ വരാൻ നിങ്ങൾ കാണിച്ച നല്ല മനസ്സിന് നന്ദി പറയും. ഞാൻ വലിയ പ്രസംഗമൊന്നുമല്ല, ഞാൻ വലിയ കൺവെൻഷൻ വിളിച്ചതൊന്നുമല്ല. സൗദിയിൽ ഞാൻ പ്രസംഗിക്കാനായിട്ട് എന്നെ വിളിച്ചു പോയി. അവിടെ ദമാമിൽ പ്രസംഗിക്കാൻ ചെല്ലുന്ന സമയത്ത് അവർക്ക് എന്നെ പറ്റി എങ്ങനെയാണ് പ്രസംഗം ചെയ്യാൻ എൻ്റെ പേരടിച്ച് യൂട്യൂബിൽ നോക്കി ഒരു പ്രസംഗമുണ്ട്. അവസാനം അത് യൂട്യൂബിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ വലിയ കാര്യത്തെ ഞങ്ങളുടെ ആരെയും പറയാം, നിങ്ങളുടെ ആരെങ്കിലും വലിയ ചോദിച്ചാൽ അറിയാം. അങ്ങനെ അതെല്ലാം ക്രമീകരിച്ചിട്ട് ഒരു ഫാം ഹൗസ് ഏകദേശം ഒരു 1000-800 പേർക്ക് ഇരിക്കാവുന്ന ഫാം ഹൗസ്. ഞാനിതൊന്നും അറിയുന്നില്ല. രണ്ടിടത്ത് റിയാദിലും ജിദ്ദയിലും മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്നൈയിലുണ്ട്. അവിടെ ചെന്ന് ഭയങ്കര കൂട്ടം. അപ്പോൾ സംഘടിപ്പിച്ച എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് ഭയങ്കര. അപ്പോൾ അവര് 800 പേരെ പ്രതീക്ഷിച്ച് 800 പേരുടെ ആഹാരം പറഞ്ഞു. അവർക്ക് ഈ ആഹാരം കൊടുക്കണം വിചാരിച്ചു. ഈ ആൾ കൂടിയത് കണ്ടുകൊണ്ട് 1000 പേരാണ്. പിന്നെ അത് 1200, പിന്നെ 1400. പിന്നെ അവർ പറഞ്ഞു ഇനി കൂട്ടരുത്, ഇനി വെക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് പ്രാസംഗികന്റെ അഡ്രസ് അല്ല, സമൂഹത്തിനെ പറ്റി ഏറ്റവും വലിയ ഒരു പരാജയം എന്താണെന്ന് ചോദിച്ചാൽ ബാനർ നോക്കിയാണ് നമ്മൾ കർത്താവിനെ ആരാധിക്കുക. ഒരു മുളം കുരലിലൂടെ നല്ല നാദം പുറപ്പെടുവിക്കാൻ കർത്താവിന് കഴിയും. ഒരു ഈറത്തണ്ട് മതി. ആ ഈറത്തണ്ടിനെ ഉപയോഗിക്കാൻ നല്ല ഒരു കരവിലുള്ള ഒരാൾക്ക് കഴിയും. നമുക്ക് വെറും ഒരു ഈറത്തണ്ട് മാത്രമാണ്. നമുക്ക് പുകഴാൻ ഒന്നുമില്ല. തമ്പുരാന്റെ കരുണയൊന്നും. ദൈവം നമ്മോട് കരുണ കാണിച്ചതുകൊണ്ട്
എന്തുകൊണ്ടാണ് നിൽക്കുന്നത്? സ്തോത്രം. ഞാൻ ആകുന്നത് കൃപയാലാണ്. ഞാൻ ആകുന്നത് ആമേൻ. സ്തോത്രം. ആ പൗലോസ് വിദ്യാബഹുത്വത്താൽ നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ പൗലോസ് പറയുക, ഞാൻ ആകുന്നത്. നമുക്കൊന്നും പോകാനില്ല. സ്തോത്രം. നമ്മളിവിടെ എഴുന്നേറ്റ്, ഞാനിവിടെ എഴുന്നേറ്റ് നിൽക്കുന്നെങ്കിൽ ദൈവത്തിന്റെ കൃപയാക്കിയ ഒരു ദൈവം, നടത്തിയ ഒരു ദൈവമുണ്ട്. ഏതായാലും നടത്താൻ അവൻ ശക്തനായ ദൈവമാണ്. എല്ലാവർക്കും എന്റെ വന്ദനം. വിശേഷിച്ച് രഹബോത്ത് സഭയ്ക്ക്, ദൈവമക്കൾക്ക്, ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി ഒരുപാട് അധ്വാനിച്ച സ്റ്റാൻലി പാസ്റ്റർ ഉൾപ്പെടെ, ഇതിന്റെ അസോസിയേറ്റ് പാസ്റ്റർ അലക്സ് എബ്രഹാം പാസ്റ്റർ ഉൾപ്പെടെ മറ്റെല്ലാ ദൈവമക്കൾക്കും ദൈവദാസന്മാർക്കും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എനിക്ക് നല്ല ആഹാരവും പൈസയൊക്കെ തന്നെ അതുകൂടെ താങ്ക്സ് പറയാം. ചില വീട്ടിലൊക്കെ പോയി നല്ല വ്യാപാരം മേടിച്ച് കാശും മേടിച്ചു അതുകൂടെ പ്രൈസല്ലോ. അപ്പൊ ഇത് തരാത്തവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ. കർത്താവിന് എല്ലാവർക്കും എന്റെ അങ്ങനെ ഉൾപ്പെടെ ദൈവദാസന്മാരുടെ എല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരുപാട് ഞാനൊരു മെസ്സേജ് തയ്യാറാക്കിയതാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ മറ്റൊരു മെസ്സേജ് പറയണം എൻ്റെ ഉള്ളിലുണ്ട്. ഇത് രണ്ടും കൂടെ എങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവിൽ പറയാനുള്ളത് പരിശുദ്ധാത്മാവ് പറയും. സ്തോത്രം. ഇവിടെ പാട്ട് പാടിയപ്പോൾ കർത്താവിന്റെ ദാസന്മാരും പാടി യേശു മാറാത്തവന്. ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞു യേശുവിനെ നോക്കണം. രണ്ടാമത്തെ ദിവസം പറഞ്ഞു യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ആ രക്തത്തിന് വിടുവിപ്പാൻ കഴിവുണ്ടോ അത് നമ്മൾ അറിയാം. ആ അറിവാണ് നമ്മളെ ഇവിടെ കൊണ്ടുപോകുന്നത്. എന്നെ വിടുവിച്ചത് ഒരു പ്രസ്ഥാനമല്ല, എന്നെ വിടുവിച്ചത് ഒരു സഭയല്ല, എന്നെ വിടുവിച്ചത് യേശുവിന്റെ രക്തം. എനിക്ക് വേണ്ടി യേശു രക്തം ഒഴുക്കിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ വരികയില്ലായിരുന്നു. അതുകൊണ്ട് എന്റെ കർത്താവിന്റെ രക്തമാണ്, രക്തത്തിന്റെ വിലയാണ്. ആ അറിവാണ് നമ്മെ ഭരിക്കേണ്ടത്. കർത്താവിന്റെ സ്തോത്രം. നമ്മുടെ വിശ്വാസ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉറപ്പ് അവിടെയാണ്. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. ആമേൻ. ഇന്ന് രാത്രി അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് തമ്പുരാന്റെ വചനത്തിൽ നിന്നൊരു ഭാഗം നമുക്ക് ഒരുമിച്ച് വായിക്കാം. വെളിപ്പാട് പുസ്തകം, കർത്താവിന് മഹത്വം, അതിന്റെ 1-ാമത്തെ അധ്യായം, അതിന്റെ കർത്താവിന് സ്തോത്രം 12-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കേൾക്കാൻ, ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലങ്കി ധരിച്ചുകൊണ്ട് മാറത്തു പൊൻകച്ച കെട്ടിയ മനുഷ്യപുത്രനോട് സദൃശ്യനായവനെയും ഞാൻ കണ്ടു. അപ്പോസ്തലനായ യോഹന്നാൻ, കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ, തന്റെ ശുശ്രൂഷയുടെ അവസാന ഭാഗത്ത് പത്മോസ് എന്ന അനുഭവത്തിൽ കർത്താവിന് മഹത്വം ഒറ്റപ്പെട്ട് നിൽക്കുന്ന താൻ ആത്മാവിൽ ആരാധിച്ച ആ ദിവസം, കർത്താവിന് സ്തോത്രം. കർത്തൃ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മളൊക്കെ നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ കർത്തൃ ദിവസം ഞായറാഴ്ച അല്ലേ? കർത്തൃ ദിവസം ഞായറാഴ്ചയാണ് അത്. എന്നാൽ എന്റെ ഭാഷ്യം ആത്മാവിൽ ആരാധിക്കുന്ന സമയം, കർത്തൃ സാന്നിധ്യം അനുഭവിക്കുന്നത് കർത്തൃ ദിവസമാണ്. ഞായറാഴ്ച പോയിരുന്നിട്ട് കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ചില്ല, പിന്നെ എന്തോ കർത്തൃ സാന്നിധ്യം. അതൊരു യോഗം മാത്രമാണ്. അവരുമായിട്ടുള്ള കൂട്ടായ്മ എന്ന് പറയുന്നത് ആ കൂട്ടായ്മയിൽ ദൈവ സാന്നിധ്യം അനുഭവിക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസ് ദ്വീപിൽ ആയിരിക്കുമ്പോ അവിടെ കലണ്ടറോ ഡേറ്റോ ഒന്നുമില്ല. താൻ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുമ്പോ
ദൈവത്തിന് സ്തോത്രം. തന്റെ ആരാധനയുടെ മധ്യേ സർവശക്തനായ ദൈവം ഇറങ്ങി വന്നവനെ. പ്രിയമുള്ളവരെ, നമ്മൾ എവിടെ ആയിരിക്കുന്നു എന്നതിനേക്കാൾ കർത്താവിനെ ആരാധിക്കുമ്പോൾ ആ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നെങ്കിൽ അതാണ് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള. ഈ യോഹന്നാൻ അപ്പോസ്തലനെ കുറിച്ച് നമ്മളെല്ലാം പറയുന്നത് സ്നേഹത്തിന്റെ അപ്പോസ്തലൻ, അല്ലേ? സ്നേഹത്തിന്റെ അപ്പോസ്തലൻ. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷം നമ്മളൊന്ന് വായിച്ചാലേ ഭയങ്കര രസകരമായ ഒരു കാര്യമുണ്ട്. നമുക്കറിയാം, ശമരിയ പട്ടണത്തിൽ യേശുവും തന്റെ ശിഷ്യന്മാരുമായി യാക്കോബ് യോഹന്നാനുമായിട്ട് കടന്നു പോകുമ്പോൾ അതിന്റെ 54-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: ശമരിയർ അവനെ കൈക്കൊണ്ടില്ല എന്ന് കണ്ട് യേശുവിനോട് പറയുകയാണ്, ഏലിയാവ് ചെയ്തതുപോലെ അങ്ങനല്ലേ തീയിറക്കി അവരെ നശിപ്പിക്കണം. ആരാ പറഞ്ഞേ? യോഹന്നാൻ. യോഹന്നാൻ പറഞ്ഞതാണ്. ഇതിന് മുമ്പ് നിങ്ങൾ തന്നെ പറഞ്ഞത് യോഹന്നാൻ ആരാണ്? ഈ സ്നേഹത്തിന്റെ അപ്പോസ്തലന്റെ ആദ്യത്തെ സ്വഭാവം എന്താണ്? ഇഷ്ടപ്പെടാത്തവരെ കണ്ട കത്തിച്ചു കളഞ്ഞത്. വളരെ രസകരമായിരുന്നു, ഇല്ലേ? പക്ഷെ അവിടെ നിന്ന് വന്ന വ്യത്യാസം നോക്കി, തന്നെ കത്തിക്കുന്നവനെ പോലും പഴിക്കാതെ നിൽക്കുന്നല്ലോ. അതാണ് ആത്മീയ വളർച്ച. പ്രിയപ്പെട്ടവരെ, ഞാൻ ആദ്യം ഒരു പ്രബോധനം പറയാം. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മളോട് ആരെങ്കിലും ഒന്ന് പിണങ്ങുകയോ ഏതെങ്കിലും ദേഷ്യം പ്രകടിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കർത്താവെ അവരുടെ നാശം കാണണേ, അല്ലെ അവരെ തൊടണേ. നമ്മൾ പറയുന്ന ഒരു സൗമ്യമായ ഒരു പ്രതികാര വാക്കാണ് ദൈവം അവരെ തൊടും. അങ്ങനെയൊന്നും പറയരുത്. ഇനി യോഹന്നാൻ പറഞ്ഞതാണ്, നമ്മളെ കൈക്കൊണ്ടില്ലെങ്കിൽ അവനെ എന്ത് ചെയ്യണം? തീ ഇറക്കി നശിപ്പിക്കാൻ. യോഹന്നാൻ അപ്പോസ്തലൻ സ്നേഹത്തെ നമ്മൾ കുഞ്ഞുങ്ങളെല്ലാം പഠിപ്പിക്കും. അവർ നേരത്തെ അലക്സ് പാസ്റ്റർ പറഞ്ഞത്, ആദ്യം ഒരാൾ പ്രസംഗിക്കും, ഞാൻ ആദ്യം പറഞ്ഞ രണ്ടാമത് വേറൊന്നും പ്രസംഗിക്കും. ഇവിടെ സ്നേഹത്തിന്റെ അപ്പോസ്തലനാണെന്ന് പറയുമ്പോഴും ആദ്യത്തെ മനോഭാവം എന്താ? തന്നെ കൈക്കൊള്ളാത്തവരെ കത്തിച്ചു. അത് സഭയ്ക്കകത്താകട്ടെ, കുടുംബത്തിനകത്താകട്ടെ, നമുക്കൊരു വിഷമം ഉണ്ടാക്കുന്നവനെ സഹിക്കാൻ നമുക്ക് തയ്യാറല്ല. എന്നാലും നമ്മൾ ദൈവ സ്നേഹത്തില്ല. അതെന്നോ സ്നേഹമാണാ നമുക്ക് വചനം കേൾക്കുമ്പോ നമ്മുടെ സ്നേഹത്തെ ഒന്ന് പരിശോധിക്കണം കേട്ടോ. ആരോടെങ്കിലും പ്രതികാരമുണ്ടെങ്കിൽ, ആരോടെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ദൈവത്തിന് സ്തോത്രം, നമ്മുടെ ഉള്ളിൽ ഒരു ഇടർച്ച ഉണ്ടെങ്കിൽ അതൊന്ന് പരിശോധിക്കണം. ഇത് പറയുമ്പം യോഹന്നാൻ അറിയേണ്ടവനെ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ടാണ്. അറിഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ താൻ പറഞ്ഞില്ല. ദൈവമക്കളെ, നമുക്കൊരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കി, യേശുവിനെ അറിയേണ്ടതുപോലെ അറിയണം. ഞാൻ ആദ്യം പറഞ്ഞു, നോക്കണം, ശ്രദ്ധിച്ചു നോക്കണം, അറിയേണ്ടതുപോലെ അറിയണം. സ്തോത്രം. നമുക്ക് ആഹാരം തരുന്നൊരു ദൈവമായിട്ട്, വസ്ത്രം തരുന്നൊരു ദൈവമായിട്ട്, നമ്മുടെ കാലടികളെ സൂക്ഷിക്കുന്ന ഒരു ദൈവമായിട്ട്, നമ്മുടെ റോഡിലൂടെ യാത്രയിൽ വാഹനത്തെ അപകടത്തിൽ നിന്ന് വിടുവിക്കുന്ന ഒരു സെക്യൂരിറ്റി വിങ്ങായിട്ട്, നമ്മുടെ ഭാരമെല്ലാം തോളിൽ വെച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു ചുമട്ടുകാരനായിട്ട്, സ്തോത്രം, നമ്മുടെ രോഗം വരുമ്പോൾ സൗഖ്യമാക്കുന്ന ഒരു ഡോക്ടറായിട്ട്, നമുക്ക് ദേഷ്യമുള്ളവനെ അഴിച്ചൊതുക്കുന്ന ഒരു പ്രതികാരകനായിട്ട്, ഇങ്ങനെയൊന്നുമല്ല യേശുവിനെ കാര്യം. യേശു ആരാണെന്ന്, യേശു ആരാണെന്ന് അവൻ വന്നത് ജീവനെ കൊടുക്കാൻ വന്നവനാണ്. അത് നമ്മൾ അറിയണം. അവൻ വന്നത് ജീവനെ കൊടുക്കാൻ വന്നവനാണ്. അവൻ ഉള്ളതെല്ലാം വിട്ടുകൊടുക്കാൻ വന്നവനാ. അവനെയാണ് ഇന്ന് രാത്രി ആരാധിക്കുന്നത്. അവനെ അറിയേണ്ടതുപോലെ അറിയുവാൻ ഇന്ന് രാത്രി ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ അറിവുകളെ ഒന്ന് അവൻ ഉടച്ചു മാറ്റുവാൻ, യേശു ആരാണെന്ന് അറിയുവാൻ ഇന്ന് രാത്രി നമുക്ക് കൃപ തരട്ടെ. നമ്മൾ പലപ്പോഴും, ഞാൻ അതിന് ഒരു ഉദാഹരണം പറയാറുണ്ട്. ഈ ശമൂവേലിന്റെ പുസ്തകത്തിലെ 3-ാം അധ്യായത്തിലെ ശമൂവേൽ ബാലൻ, അല്ലെ? ശമൂവേൽ ബാലൻ ഹന്ന പ്രാർത്ഥിച്ചു വാങ്ങിച്ച് ആലയത്തിൽ കൊടുത്ത ഒരാളാണ്. ഒരു ബാല്യക്കാരനാണ്.
യൗവനക്കാരൻ എന്തെങ്കിലും മാറ്റം, ഒരു പയ്യൻ ഇല്ലേ? സ്തോത്രം. ആലയത്തിനകത്താണ് താമസം. നിങ്ങൾ ആ 3-ാം അധ്യായം 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 1 ശമൂവേലിന്റെ പുസ്തകം 3-ാം അധ്യായം. ഞാൻ എല്ലാ കാര്യങ്ങളും വേഗത്തിൽ പറഞ്ഞ് തക്ക സമയത്ത് ഞാൻ അവസാനിപ്പിച്ചോളാം. ഒന്ന് വായിച്ചു, വേഗം വായിച്ചു. ശമൂവേൽ ബാലൻ ഏലിയുടെ മുൻപാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോകുന്നു. ശ്രദ്ധിക്കണേ, ശമൂവേൽ ബാലൻ ഏലിയുടെ മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോകുന്നു. അപ്പം ശമൂവേൽ ബാലൻ ശുശ്രൂഷ ചെയ്യുന്നത് യഹോവയ്ക്കാണെങ്കിൽ ആരുടെ മുമ്പിലാണ്? ഏലിയുടെ മുമ്പിലാണ്. ഏലി ആരാ? കണ്ണും കാണത്തില്ല, ചെവി കേൾക്കത്തില്ല, വയസ്സ് എന്ന് വൃദ്ധനായി. അപ്പോ നോക്കണേ, എന്നോട് പിണങ്ങരുത്. പണ്ട് കാനവച്ചൻ പറഞ്ഞൊരു കാര്യമാണ് കേട്ടോ. അദ്ദേഹം ചോദിച്ചു, ഒരാൾ ചോദിച്ചു എന്റെ പ്രശ്നം എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം, അത് ഭയങ്കര ഒരു വാക്ക്, അദ്ദേഹം പറഞ്ഞ അപ്പന്റെ മരണത്തെ കുറിച്ച് പറയുന്നതിന് എത്ര ഭംഗി ചോദിക്കാൻ ചോദിച്ചത്. ഈ ശമൂവേൽ ബാലൻ ശുശ്രൂഷ ചെയ്യുന്നത് ആർക്കാണ്? ആരുടെ മുമ്പിലാണ്? അപ്പൊ ആദ്യം ആര് സർട്ടിഫൈ ചെയ്യണം? ഏത് സർട്ടിഫൈ ചെയ്യണം? അപ്പൊ ആരെ ആദ്യം പ്രസാദിപ്പിക്കണം? നമ്മൾ ചർച്ചിലാണെങ്കിലും വീട്ടിലാണെങ്കിലും പ്രാർത്ഥനയിലാണെങ്കിലും ആരാധനയിലാണെങ്കിലും ആദ്യം ആർക്ക് സന്തോഷം തോന്നണം? അടുത്തിരിക്കുന്ന ഏലിമാർ സർട്ടിഫൈ ചെയ്യണം. വെരി ഗുഡ്. ആർക്കാ ശുശ്രൂഷ ചെയ്ത്? ആരുടെ മുമ്പിലാണ്? അതുകൊണ്ട് എന്ത് പറ്റി വായിക്കാം. അതിന്റെ വാക്കുകൾ വേഗം വായിച്ച് മനസ്സിലാക്കാം. കർത്താവിന് പലപ്പോഴും നമ്മുടെ കർത്താവിനെയൊക്കെ നന്നായിട്ട് അറിയുന്നവരാ കർത്താവിന് സ്വന്തം. അതിന്റെ 4-ാമത്തെ വാക്യം വായിച്ചേ. ശമൂവേലിനെ വിളിച്ചു. അടിയൻ എന്ന ആളും വിളി കേട്ട് ഏലിയുടെ അടുക്കൽ ഓടിച്ചെന്ന് അടിയൻ ഇതാ എന്നെ വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞു. യഹോവ ശമൂവേലിനെ വിളിച്ചു. അടിയൻ ഇതാ എന്ന് പറഞ്ഞിട്ട് ഓടി എവിടാ ചെല്ലുന്നേ? ആർക്കാ ശുശ്രൂഷ ചെയ്യുന്നേ? വളരെ ശ്രദ്ധിക്കുക. ശുശ്രൂഷ യഹോവയ്ക്കാ ചെയ്യുന്നതെങ്കിലും, ദൈവമാണ് സംസാരിക്കുന്നതെങ്കിലും ഓടി ആരെടുത്താ ചെല്ലുന്നത്? അപ്പൊ ഏലിയാണോ ദൈവം? യഹോവയാണോ ദൈവം? പലപ്പോഴും ദൈവം ആരാണെന്ന് അറിയാതെ നമ്മൾ മറ്റു പലതിലേക്ക് ചിന്തിച്ചു സ്തോത്രം. അറിയേണ്ടവനെ അറിയേണ്ടതുപോലെ അറിയുന്നതാണ് ആത്മീയ വളർച്ചയുടെ തുടക്കം. സ്തോത്രം. നോക്കിയേ, നിങ്ങൾ നോക്കിയേ, 4-ാം വാക്യത്തിൽ നിന്നാ വായിക്കുന്നത്. അവിടെ വായിക്കുന്നു, യഹോവ ശമൂവേലിനെ വിളിച്ചു. അടിയനിതാന്ന് പറഞ്ഞ് ഓടി ഏലിയുടെ അടുക്കൽ ചെന്നു. തട്ടി ഉണർത്തിയപ്പോ ഏലി പറയാ, ഞാൻ നിന്നെ എന്ത് ചെയ്തില്ല, നീ പോയി കിടന്നുറങ്ങ്. കാലും കേൾക്കാൻ വയ്യ, ചെവി കേൾക്കാൻ വയ്യാത്ത ഒരു കൂട്ടത്തിന്റെ നടുവിൽ അവരെ പ്രസാദിപ്പിക്കാനല്ല ശുശ്രൂഷ ചെയ്യുന്നത്. നിന്നെ വിളിച്ചവരെ പ്രസാദിപ്പിക്കാനാണ്. എനിക്കും നിനക്കും വേണ്ടി രക്തം തന്നവനെ ആരാധിക്കാൻ വേണ്ടിയാണ്, അവരെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയാണ്, അവന് വേണ്ടി ജീവിക്കുവാനാണ് അവൻ കർത്താവ് നമ്മെ വേർതിരിച്ചിരിക്കുന്നത്. താരോട് വായിക്കുമ്പോഴേ വീണ്ടും വിളിച്ചു. 6-ാം വാക്യത്തിൽ യഹോവ പിന്നെയും ശമൂവേലിനെ വിളിച്ചു. ശമൂവേൽ എഴുന്നേറ്റ് ഏലിയുടെ അടുക്കൽ ചെന്നു. ഇത്രയും വിളിച്ചിട്ടും ഏലി ആണെന്നുള്ള ധാരണയാണ് ശമൂവേലിന്. കാരണം എന്താ? അടുത്ത വാക്യം, 7-ാം വാക്യം ഒന്ന് വായിച്ചേ. അന്ന് വരെ എല്ലാം അറിയാം, പക്ഷെ അറിയേണ്ടവനെ അറിയത്തില്ല. 1189 അധ്യായം അറിയാം. വേദപുസ്തകത്തിന് ഒത്തുവാക്യവും കുത്തുവാക്യവും അറിയാം. ആർക്കിട്ട് പ്രബോധനം കൊടുക്കണമെന്ന്, എവിടുന്ന് അഭ്യർത്ഥിക്കണമെന്ന് അറിയാം. പക്ഷെ അറിയേണ്ടവനെ അറിയത്തില്ല. ഈ ലോകത്തൊന്നും അറിയില്ലെങ്കിലും അറിയേണ്ടവനെ അറിയുവാൻ ഇന്ന് രാത്രി നമ്മുടെ ഹൃദയങ്ങളെ ഉറച്ചു നിർത്തുവാൻ ആത്മാവ്
എന്നോട് പിണങ്ങരുത്. നമ്മൾ പേഴ്സണൽ പ്രയർ ദൈവ ശബ്ദം കേൾക്കാൻ പ്രാർത്ഥിക്കും. അതൊരു പ്രവാചകൻ പറയുന്നതല്ല, അതൊരു പാസ്റ്റർ പറയുന്നതല്ല. അവൻ വഴി ഇതാകുന്നു, ഇടത്തോട്ടോ വലത്തോട്ടോ എന്ന് നിന്നോട് കൃത്യമായി സംസാരിക്കുന്ന ഒരു ശബ്ദമുണ്ട്. അവന്റെ ഉദരത്തിൽ പേര് വിളിച്ച ഒരു ശബ്ദമുണ്ട്. അവൻ കാലം കൊണ്ട് നിർമ്മിച്ച ഒരു ശബ്ദമുണ്ട്. അവന്റെ ആരാധന വിടുന്നവനല്ല, അവന്റെ പുലർത്തുവാൻ അവൻ ശക്തനായ ദൈവം. ആ ശബ്ദം കേൾക്കുവാൻ ആത്മാവ് നമുക്ക് നിയോഗം നൽകട്ടെ. യഹോവയുടെ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ അതെ ശമൂവേൽ ആരായി മാറി എന്നതിന്റെ 20ാമത്തെ വാക്യം പറയുന്നു. ഒന്ന് വായിച്ചേ. ദാൻ മുതൽ ബേർശേബ വരെ ഒക്കെയും ശമൂവേൽ യഹോവയുടെ കേൾക്കേണ്ടവന്റെ ശബ്ദം കേട്ടിട്ട് അറിയേണ്ടവനെ അറിയേണ്ടതുപോലെ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, അവൻ നീതന്റെ ദൈവത്തിന്റെ ദൂത് പറയുന്നവനാണ്. അവൻ ഉപയോഗിക്കപ്പെടുന്നവനാണ്. ദൈവ ശബ്ദത്തിന്റെ ഉടമയാണ്. അവൻ സർവശക്തൻ. അവന്റെ ഭാവിപ്പാൻ അറിയേണ്ടവനെ ഒന്ന് അറിഞ്ഞാൽ, കേൾക്കേണ്ട ശബ്ദം ഒന്ന് കേട്ടാൽ, ഇസ്രായേലിന്റെ ഒരറബി മുതൽ മറ്റേ അറബി വരെ ദൈവത്തിന്റെ വിശ്വസ്ത പ്രവാചകനായി മാറി. 7ാമത്തെ വാക്യത്തിലെ യഹോവയെ അറിയാത്തവൻ, വചനം വെളിപ്പെട്ടിട്ടില്ലാത്തവൻ ആ ശബ്ദം കേട്ട് തിരിച്ചറിഞ്ഞപ്പോൾ, അറിയേണ്ടവനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ, അവൻ ദൈവത്തിന്റെ പൈതലേ, അവനെ പറ്റി പറയുന്നത് അവൻ യഹോവയുടെ വിശ്വസ്ത പ്രവാചകനായി. ഏലിയുടെ സർട്ടിഫിക്കറ്റ് അല്ല, ഏലിയുടെ ബന്ധമല്ല, യഹോവയ്ക്ക് ശുശ്രൂഷ അറിയേണ്ടവനെ അറിഞ്ഞു കഴിഞ്ഞാൽ, കേൾക്കേണ്ട ശബ്ദം കേട്ട് കഴിഞ്ഞാൽ, പിന്നെ നിങ്ങളെ തെറ്റിക്കാൻ ഒരു ശക്തിക്ക് കഴിയുന്നില്ല. ഒരിടത്ത് നീ വളർത്തില്ല, ഒരു ഭാഗത്ത് നീ തളർന്നു പോകത്തില്ല. നിന്നോട് സംസാരിക്കുന്ന ഒരു നാദമുണ്ട്. ആ നാദം എന്തെന്ന് കാണാൻ നീ തിരിഞ്ഞൊന്ന് നോക്കിയേ. അത് ഇന്ന് തുടങ്ങിയതല്ല, വിളിച്ച നാൾ മുതൽ തുടങ്ങിയ ശബ്ദമോ. എത്തിക്കുന്നത് പോലെ ആ ശബ്ദത്തിന്റെ മഹത്വം അതിശക്തമായ ശബ്ദമോ. യേശുവിന്റെ നാമത്തിൽ തെച്ചു പോകുന്ന ശബ്ദമല്ല, അല്പം സംസാരിച്ച് വളർത്തുന്ന ശബ്ദമല്ല. കുറച്ചു നേരം സംസാരിച്ചിട്ട് പോകുന്ന ശബ്ദമൊന്നുമല്ല. യോഹന്നാൻ അപ്പോസ്തലൻ പറയുക, എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണാൻ ഞാൻ തിരിഞ്ഞു നോക്കി. നല്ല സുപരിചിതമായ ശബ്ദം കേട്ടോ. പലപ്പോഴും നമ്മൾ ഈ ദൈവശബ്ദം ഗ്രഹിക്കാൻ, ഞാൻ നേരത്തെ ഓർപ്പിച്ച പോലെ, ഈ ശമൂവേല് നമ്മൾ പലരെ സന്തോഷിപ്പിക്കാൻ നടക്കുന്നുണ്ട്. കേൾക്കേണ്ടത് കേൾക്കാൻ പറ്റില്ല. അതിങ്ങനെ ഒരു ഭാഷ അയ്യോ ഒരു പ്രാർത്ഥിക്കുമ്പോൾ ഈ കർത്താവിനെ കുറിച്ച് നിത്യനും പരിശുദ്ധനും ഉയർന്നവനും ഉന്നതനും ശാശ്വതവാസിയും അങ്ങനെ ഇങ്ങനെ ഒരുപാട് കാര്യമൊക്കെ പറഞ്ഞിട്ടുള്ള ഒറ്റ വാക്ക് കർത്താവേ. കർത്താവ് പറഞ്ഞെന്തുവാ? അപ്പ മതിയല്ലേ? എന്തിനാ ഈ ഗ്രാമറ്റിക്കലായിട്ട് പോലെ പറയുന്ന തെറ്റൊന്നുമല്ല പറഞ്ഞു. പക്ഷെ അതെല്ലാം പറയുന്നത് കൊണ്ട് അറിവായി എന്ന് കരുത്. ഉന്നതൻ എന്ന് നീ പറയുമ്പോ അവന്റെ അവന്റെ ഉയർച്ച എന്താണെന്ന് അറിഞ്ഞു പറയും. ഉയർന്നിരിക്കുന്നവനെന്ന് നാം പറയുമ്പോ അവൻ എത്രമാത്രം ഉയർന്നിരിക്കുന്നവനാണെന്ന് അറിഞ്ഞു പറയണം. അവൻ പരിശുദ്ധനാണെന്ന് പറയുമ്പോ
കിട്ടാൻ വേണ്ടി പരിശുദ്ധനായ ദൈവമേ, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. ഇത് പറഞ്ഞു കഴിയുമ്പോൾ അടുത്ത ആഴ്ച കൊണ്ട് പ്രാർത്ഥിക്കുക ഇച്ചിരി മടിക്കും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ ദിവസം കൊണ്ട് എന്ത് നമ്മൾ നിങ്ങൾ പ്രാർത്ഥിക്കാൻ അറയിൽ കിടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന സ്വീറ്റായ ഒരു വേഴ്സാണ്. അപ്പാ, എനിക്ക് ഒരു കഴിവില്ലപ്പാ, എനിക്കൊന്നും ചെയ്യാൻ വയ്യപ്പാ. നീ എന്റെ കൈ പിടിച്ചില്ല, ഞാൻ വഴിയിലായി നീ എന്റെ കരമൊന്നും പിടിക്കണേ. ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ. ആ കരത്തിൽ പിടിക്കുന്നവന്റെ ഇന്ന് രാത്രി അറിഞ്ഞ് രക്ഷിക്കുവാൻ അവനോട് സംസാരിക്കാൻ നമ്മെ സഹായിക്കട്ടെ. ഏറ്റവും നല്ല രക്ഷിക്കട്ടെ നമുക്ക് വേണ്ട. അത് വേണ്ട. അത് കർത്താവിനുള്ളവരാ. ദൈവത്തിന്റെ പിതാവ്. ഞാൻ ആ പാപം പറയുമ്പോ എന്നെ കണ്ടു. അത് പറയാനുള്ള കാരണം 4-5 വാക്യങ്ങളിൽ ഈ ദൈവത്തെ പറ്റി പറയുന്നുണ്ട്. തീത്തോസിന്റെ ലേഖനം എടുത്ത് വായിക്കാൻ സമയമില്ലാത്ത തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം. അവൻ ഭോഷ്കില്ലാത്ത ദൈവമാണ്. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത എന്തോ? അവൻ ഭോഷ്കില്ലാത്ത ദൈവം. 2-ാം വാക്യം ഒന്ന് വായിച്ചത്. സ്തോത്രം. അവനെ തന്റെ വചനം വെളിപ്പെടുത്തിയ തീത്തോസിന്റെ ലേഖനം 1:1 ഭോഷ്കില്ലാത്ത ദൈവം. തന്റെ വചനം വെളിപ്പെടുത്തിയ ഭോഷ്കില്ലാത്ത ദൈവം. അപ്പൊ നമ്മുടെ ദൈവം ആരാ? അതൊന്ന് അറിഞ്ഞാൽ മതി. അവൻ കള്ളം പറയുന്നവൻ കണ്ടോ? അപ്പൊ അങ്ങ് വ്യാജം പറയുന്ന ദൈവമല്ല. എത്ര സ്വീറ്റ് ആയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. അങ്ങ് വ്യാജം പറയുന്ന ദൈവമല്ലപ്പാ. എന്റെ അപ്പൻ കള്ളം പറയുന്ന കള്ളമല്ല. സ്തോത്രം സ്തോത്രം സ്തോത്രം. അത് നമ്മളൊന്ന് പറയുമ്പോൾ തന്നെ എത്ര ഉറപ്പാണ് നമുക്ക് വരുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. മലാക്കി പ്രവാചകന്റെ പുസ്തകം 3:6 ഇങ്ങനെ പറയുന്നത്, അവൻ മാറാത്ത ദൈവമാണ്. കേട്ടോ, നമ്മുടെ ദൈവം ആരാ? എന്റെ അപ്പൻ മാറത്തില്ല. എന്റെ അപ്പൻ കള്ളം പറയത്തില്ല. എന്റെ അപ്പൻ മാറത്തില്ല. അവനെ ഒന്ന് അനുഭവിച്ചൊന്ന് അറിയണം മകളെ. സ്തോത്രം സ്തോത്രം. കർത്താവിനെ നമ്മളൊന്ന് രുചിച്ചറിയണം. അതാ സങ്കീർത്തനക്കാരൻ പറയും, യഹോവ നല്ലവനെന്ന് രുചിച്ച് നമ്മളൊന്ന് അറിയണം. ഒന്ന് ടേസ്റ്റ് ചെയ്യണം. കർത്താവ് ആരാന്ന് അറിയണം. എന്റെ അപ്പൻ ഭോഷ്കില്ലാത്തവനാ. എന്റെ അപ്പൻ മാറാത്ത ദൈവമാ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കാൻ നമുക്ക് അറിയാവുന്ന വാക്യം 49-ന്റെ 15-16 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നത്, ഒരമ്മ തന്റെ കുഞ്ഞിനെ മറന്നാലും അവൻ നിന്നെ മറക്കത്തില്ല. കേട്ടോ, യോഹന്നാൻ തിരിഞ്ഞു നോക്കി എന്താണെന്നറിയാമോ? ആരാണ് നോക്കിയത്? പോസ്റ്റ് പറയാത്ത ദൈവം. യോഹന്നാൻ പറഞ്ഞു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ലെന്ന് പറഞ്ഞു, കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞ. മനസ്സിലായോ? മറക്കത്തില്ലെന്ന് പറഞ്ഞ. ഇതൊക്കെ അങ്ങോട്ട് അനുഭവിച്ചറിഞ്ഞിട്ട് മുഴങ്ങാല് മുടക്കി ഒരു പ്രാർത്ഥന ഏത് പർവ്വതവും നിന്റെ മുമ്പിൽ സമഭൂമിയാണ്. ഒരു പ്രവാചകനും വേണ്ട, ഒരു ഭൂതത്തെ വിളിക്കുന്നവനും വേണ്ട. അറിയേണ്ടവനെ അറിഞ്ഞിട്ട് മുട്ടം മുടക്കി നോക്കിയേ. നിന്റെ മുമ്പിൽ ഒരു ബാധയും നടക്കത്തില്ല. നിനക്കൊരു പ്രതികൂലം അടുത്തു വരത്തില്ല. സകലത്തെയും പരിഹരിക്കുന്നവൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, അറിയേണ്ടതുപോലെ അറിയുക, നോക്കുക, ശ്രദ്ധിക്കുക, അറിയേണ്ടതുപോലെ അറിയുക. കേട്ടോ, സ്തോത്രം.